ടാലന്റ് കോച്ച് സെന്ററിലെ ഹിസ്റ്ററി അധ്യാപകനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്റർ ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്ററിലേക്കാണ്. പാഠത്തിന്റെ പേര് മധ്യകാല ലോകം അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് പാർട്ടാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷം വരെ 8ൽ നിന്ന് 9ലേക്ക് വരുന്ന കുട്ടികളാണ് നിങ്ങൾ. കഴിഞ്ഞ വർഷം വരെ ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞ ഒരൊറ്റ ടെക്സ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് 3 ഭാഗങ്ങളായിട്ട് ഓണം എക്സാമിനുണ്ട്, ക്രിസ്മസ് എക്സാമിനുണ്ട്, ആനുവൽ എക്സാമിനുണ്ട്. അങ്ങനെ 3 ടെക്സ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എക്സാം എഴുതിയത്. അത് മാത്രമല്ല എക്സാം 40 മാർക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഈ വർഷം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് 2 ടെക്സ്റ്റ് ആണ്. ഹിസ്റ്ററിക്ക് ഒരു ടെക്സ്റ്റ്, ജോഗ്രഫിക്ക് ഒരു ടെക്സ്റ്റ്. അങ്ങനെ 2 പാർട്ടായിട്ട് മൊത്തം 4 ടെക്സ്റ്റ് ആണ് നമുക്ക് ഈ വർഷം വരുന്നത്. ഹിസ്റ്ററിക്ക് ഒരു ടെക്സ്റ്റ്, ജോഗ്രഫി ഒരു ടെക്സ്റ്റ്, 2 ടേബിളായിട്ട് മൊത്തം നമുക്ക് 4 ടെക്സ്റ്റ് ആണ് ഇപ്രാവശ്യം വരുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ വർഷം എഴുതി 40 മാർക്കിനായിരുന്നു. പക്ഷേ ഈ വർഷം നിങ്ങൾക്ക് 80 മാർക്ക്. ഒരുപാട് കാര്യം നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. ആദ്യം മുതൽ നമുക്കൊന്ന് കൃത്യമായി പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ജോഗ്രഫി, അതിൽ ഫസ്റ്റ് ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്ററാണ് മധ്യകാല ലോകം അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ. അപ്പൊ എല്ലാവരും ഒരുപാട് സിനിമകൾ കാണുന്നവരാണ്. നമ്മൾക്ക് ഇടയ്ക്ക് ഒരുപാട്, പ്രത്യേകിച്ച് 2 വർഷം മുന്നേ ഇറങ്ങിയ സിനിമകൾ, ബാഹുബലി സിനിമയൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പൊ അതിലൊരു സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നത് ഏതായിരുന്നു? ബഹിഷ്മതി സാമ്രാജ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേപോലെ നമുക്ക് 5 മുതൽ 15ാം നൂറ്റാണ്ടിനിടയിൽ ആരംഭിച്ച ചില സാമ്രാജ്യങ്ങൾ, ഇടയിൽ ഉണ്ടായിട്ടുള്ള ചില സാമ്രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്താണ് മധ്യകാല ലോകം എന്ന് പറയുന്നത്? ഏകദേശം ഒരു 5 സി അല്ലെങ്കിൽ 5നും 15നും ഇടയിലുള്ള കാലഘട്ടം, 5 സി മുതൽ 15 സി വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നതാണ് ഏത് പേരിൽ? മധ്യകാല എന്ന പേരിൽ. ആ മധ്യകാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളായി എന്താരംഭിച്ചു? നിരവധി സാമ്രാജ്യങ്ങൾ ആരംഭിച്ചു. അത്തരത്തിൽ ആരംഭിച്ച ചില സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സാമ്രാജ്യത്തെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ഏതാണ്? റോമൻ സാമ്രാജ്യം. നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്, റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബിസി 5നും 15നും ഇടയിലുള്ള കാലഘട്ടം അറിയപ്പെടുന്നതാണ് മധ്യകാല ലോകം എന്ന പേരിൽ. മധ്യകാല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി ധാരാളം സംസ്കാരങ്ങൾ ആരംഭിക്കുകയുണ്ടായി. സാമ്രാജ്യങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അത്തരത്തിൽ ആരംഭിച്ച സാമ്രാജ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യം റോമൻ സാമ്രാജ്യം. അപ്പൊ നമ്മൾ മധ്യകാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഈ മധ്യകാലഘട്ടത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു ഏത്? റോമൻ സാമ്രാജ്യം. അപ്പൊ ഒരു വലിയൊരു സാമ്രാജ്യമായതുകൊണ്ട് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഡയോക്ലേഷ്യൻ. അപ്പൊ അന്ന് റോം ഭരിച്ച ഭരണാധികാരിയായിരുന്ന ഡയോക്ലേഷ്യൻ എന്ത് ചെയ്യുകയുണ്ടായി? റോമിനെ 2ആയി തിരിച്ചു. 1 പൗരസ്ത്യ റോമൻ സാമ്രാജ്യം എന്നും 2 പാശ്ചാത്യ റോമൻ സാമ്രാജ്യം. അപ്പൊ ഭരണ സൗകര്യത്തിന് വേണ്ടി അന്ന് റോം ഭരിച്ച ഡയോക്ലേഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി റോമിനെ 2ആയി തിരിച്ചു. 1 പൗരസ്ത്യ റോമൻ സാമ്രാജ്യവും 2 പാശ്ചാത്യ റോമൻ സാമ്രാജ്യവും. അത് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ഏതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. ഇത് ആദ്യം അറിയപ്പെട്ടത്, കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യം അറിയപ്പെട്ടത് ബൈസാന്റിൻ എന്ന പേരിലായതുകൊണ്ട് ഇതേ സാമ്രാജ്യം, പൗരസ്ത്യ സാമ്രാജ്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത് പേരിലും? ബൈസാന്റിൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഒന്നുകൂടെ, പൗരസ്ത്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എന്തായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യം അറിയപ്പെട്ട പേര് ബൈസാന്റിൻ എന്നായതുകൊണ്ട് പൗരസ്ത്യ റോമൻ സാമ്രാജ്യവും ഏത് പേരിലും? ബൈസാന്റിൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ടാമത് പാശ്ചാത്യ റോമൻ സാമ്രാജ്യമാണ്. പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റോമായിരുന്നു. ഓക്കെ, ഇത്രയാണ് ബേസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ, ഇവർ മധ്യകാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ ഒന്നായിരുന്നു റോമൻ സാമ്രാജ്യം. ഭരണ സൗകര്യത്തിന് വേണ്ടി അന്ന് റോമിലെ ഭരണാധികാരിയായിരുന്ന ഡയോക്ലേഷ്യൻ റോമിനെ 2ആയി തിരിച്ചു. 1 കോൺസ്റ്റാന്റിനോപ്പിൾ ആസ്ഥാനമായിട്ടുള്ള പാശ്ചാത്യ റോമൻ സാമ്രാജ്യവും അതുപോലെ റോം ആസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ ആസ്ഥാനമായിട്ടുള്ള പൗരസ്ത്യ റോമൻ സാമ്രാജ്യവും റോം ആസ്ഥാനമായിട്ടുള്ള പാശ്ചാത്യ റോമൻ സാമ്രാജ്യവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യം ബൈസാന്റിൻ എന്ന പേരിലായതുകൊണ്ട് ഇതേ സാമ്രാജ്യം, പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ഏത് പേരിൽ? ബൈസാന്റിൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ബേസിൽ അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിലേക്കാണ്. പൗരസ്ത്യ റോമൻ സാമ്രാജ്യം കണ്ടതിന് വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ. ആരായിരുന്നു? ജസ്റ്റീനിയൻ. ഒന്നുകൂടെ,
പൗരസ്ത്യ റോമൻ സാമ്രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണാധികാരിയായിരുന്നു ജസ്റ്റീൻ. അപ്പൊ ജസ്റ്റീനിന്റെ സംഭാവനയാണ് നമുക്ക് എക്സാം എല്ലായ്പ്പോഴും ചോദിക്കുന്നത്. അതിന്റെ പേരുണ്ട് കോർപ്പസ് ജൂറിസ് സിവിലിസ്. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ചോദിച്ചു കാണുന്നത്. നിങ്ങളിപ്പോ മെയിൻ ഇത് മാത്രം പഠിക്കുക. ഏതായിരുന്നു? കോർപ്പസ് ജൂറിസ് സിവിലിസ്. പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്ന ജസ്റ്റീനിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. ഒരു 4 പോയിന്റുകൾ പഠിക്കാൻ. ഫസ്റ്റ് പോകുന്നു കോർപ്പസ് ജൂറിസ് സിവിലിസിലേക്ക്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന ജസ്റ്റീനിന്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു കോർപ്പസ് ജൂറിസ് സിവിലിസ്. അതിന്റെ പ്രത്യേകത, റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പുതിയൊരു നിയമം ആവിഷ്കരിച്ചു. ആ നിയമമാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. ഇപ്പൊ റോമിൽ നേരത്തെ നിയമങ്ങൾ ഉണ്ടായിരുന്നു, അത്തരം നിയമങ്ങളെല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുണ്ടായി? പുതിയൊരു നിയമസംഹിത ആവിഷ്കരിച്ചു. അതറിയപ്പെടുന്നതാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന പേര്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ തയ്യാറാക്കിയത്. 1 യുക്തി, 2 നീതി, 3 ഔചിത്യം. 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് ജസ്റ്റീൻ തയ്യാറാക്കിയത്. എന്തൊക്കെയായിരുന്നു? യുക്തി, നീതി, ഔചിത്യം. യുക്തി, നീതി, ഔചിത്യം. ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ നിയമം തയ്യാറാക്കുകയും ചെയ്തത്. പിൽക്കാലഘട്ടത്തിൽ പല പ്രമുഖരായിട്ടുള്ള സാമ്രാജ്യത്തിലുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നതായി ഇദ്ദേഹത്തിന്റെ ഈ നിയമസംഹിത അവരുടെ രാജ്യങ്ങളിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ. ഇപ്പൊ മികച്ചൊരു ഭരണാധികാരിയാണ് നെപ്പോളിയൻ പോലും ഈ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ത് ചെയ്യുന്നതായി അവിടേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിലിസിന് എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട്. 1 കോഡ്, 2 ഡൈജസ്റ്റ്, 3 ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏതൊക്കെയാണ്? കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. കോർപ്പസ് ജൂറിസ് സിവിലിസിന് 3 ഭാഗങ്ങളുണ്ട്. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫസ്റ്റ് അപ്പൊ 3 എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് കോഡ്. കോഡ് എന്താണ്? റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിക്കുന്ന ഒരു ബുക്കാണ് കോഡ്. റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിക്കുന്ന ഒരു ബുക്കാണ് കോഡ്. രണ്ടാമത്തെ ഡൈജസ്റ്റ് ആണ്. അപ്പൊ റോമിലെ നിയമങ്ങളെ കുറിച്ച് അവിടുത്തെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഏത്? ഈ പറഞ്ഞ ഡൈജസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെ കോഡാണ്. കോഡ് എന്താണ്? റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിക്കുന്ന ഒരു ബുക്കാണ് കോഡ്. രണ്ടാമത്തത് ഡൈജസ്റ്റ് ആണ്. എന്താ ഡൈജസ്റ്റ്? അപ്പൊ ആ നിയമങ്ങളെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഏതോ ഡൈജസ്റ്റ്. 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്ക് ഈ പറഞ്ഞ നിയമങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ബുക്കാണ് ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ചെറിയൊരു ബുക്കാണ് ഈ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ബുക്കാണ് ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിലിസിന് എത്ര ഭാഗം ഉണ്ടായിരുന്നു? 3 ഭാഗം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? 1 കോഡ്, 2 ഡൈജസ്റ്റ്, 3 ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്തായിരുന്നു കോഡ്. എന്തായിരുന്നു? റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിക്കുന്ന ഒരു പുസ്തകമാണ് ഏതോ കോഡ്. അതായത് ഡൈജസ്റ്റ് ആണ്. ആ നിയമങ്ങളെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്ന ബുക്കാണ് ഏതോ ഡൈജസ്റ്റ്. 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ? നമുക്ക് അവിടെ നിയമങ്ങൾ മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചെറിയൊരു ബുക്കാണ് ഏത്? ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് അറിയപ്പെടുകയും ചെയ്തു. നമുക്ക് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിലിസ് ആണ്. അതാണ് 4 മാർക്ക് ചോദിച്ചു കാണുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് പൗരസ്ത്യ റോമൻ സാമ്രാജ്യമായിരുന്നു. പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തലസ്ഥാനം ഏതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. പിന്നെ പറഞ്ഞത് അവിടുത്തെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ജസ്റ്റീൻ. ജസ്റ്റീന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. സംഭവം എന്താ? അവിടെ ഉണ്ടായിരുന്ന റോമിൽ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത ആര് കൊണ്ടുവന്നു? ജസ്റ്റീൻ കൊണ്ടുവന്നു. അത് അറിയപ്പെടുന്നതാണ് കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്ന പേരിൽ. 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തയ്യാറാക്കിയത്. ഏതൊക്കെയായിരുന്നു? യുക്തി, നീതി, ഔചിത്യം. യുക്തി, നീതി, ഔചിത്യം. പിൽക്കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും പല പ്രമുഖരായിട്ട് പല സാമ്രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടായി? ഈ നിയമം അവിടെ രാജ്യങ്ങളിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ സ്വീകരിച്ചു എന്നുള്ളത്. ലാസ്റ്റ് പറഞ്ഞ പോലെ അതിന് 3 ഭാഗം ഉണ്ടായിരുന്നു. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഡ് എന്താണ്? റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിക്കുന്ന ഒരു പുസ്തകമാണ് കോഡ്. ഡൈജസ്റ്റ് ആണ്. ആ നിയമങ്ങളെ കുറിച്ച് അവിടുത്തെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഡൈജസ്റ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞാൽ അത് ആ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ചെറിയ ബുക്ക് കൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയപ്പെടുകയും ചെയ്യുന്നത്. ലാസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് ഫസ്റ്റ് പാർട്ട്
വളരെ ശക്തനായ ഭരണാധികാരികൾ ആരും തന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിന് കാരണമായി, ഇതിന്റെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പൊ ജസ്റ്റിന് ശേഷം ശക്തരായ ഭരണാധികാരികൾ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ഇല്ലാത്തതുകൊണ്ട് അത് അവരുടെ തകർച്ചയ്ക്ക് കാരണമായി. ഒന്ന്. രണ്ടാമതായി 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കിയതോടുകൂടി പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു. 2 പോയിന്റ്. ഒന്ന്, ജസ്റ്റിന് ശേഷം ശക്തരായ ഭരണാധികാരികൾ അവിടെ ഇല്ലാത്തതും, 2, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കിയതുമാണ് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്തത്. അപ്പൊ നമുക്കുള്ള ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്മൾ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം പഠിച്ചു. നേരെ പോകുന്നത് പാശ്ചാത്യ റോമൻ സാമ്രാജ്യമാണ്. ആദ്യത്തെ കുറച്ച് പോയിന്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത് നമുക്ക് ആദ്യം പറഞ്ഞ പോലെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ചു കാലം മാത്രമേ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം നിലനിൽക്കുവാൻ സാധിച്ചു. കാരണം എടുത്തു പറയുന്ന ഭരണാധികാരികൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ചു കാലം മാത്രമേ എന്തെങ്കിലും സാധിച്ചുള്ളൂ, അവർക്ക് നിലനിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പൊ ആദ്യകാലം മുതലേ ഒരുപാട് ഗോത്രങ്ങളുടെ ആക്രമണങ്ങൾ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം നേരിടുകയുണ്ടായി. അതിൽ ആദ്യത്തത് ജർമാനിക് ഗോത്രങ്ങളാണ്. അപ്പൊ ജർമാനിക് ഗോത്രങ്ങളാണ് ആദ്യം ആരെ ആക്രമിച്ചത്? പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തെ ആക്രമിച്ചത്. തുടർന്ന് ഫ്രാങ്കിഷ് അല്ലെങ്കിൽ ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഗോത്ര വിഭാഗങ്ങൾ ആര് ആക്രമിച്ചു? ഈ പറഞ്ഞ പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളും എന്ത് ചെയ്യുകയും ചെയ്തു? പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ഈ പറഞ്ഞ ഫ്രാങ്കുകൾ ഒരു പുതിയ സാമ്രാജ്യം, ഈ പറഞ്ഞ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം നിലനിന്ന പ്രദേശത്ത് ഒരു പുതിയൊരു സാമ്രാജ്യം ആരംഭിച്ചു. ഫ്രാങ്കുകൾ ആരംഭിച്ചതുകൊണ്ട് അത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ആദ്യം ജർമാനിക് ഗോത്രങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി? ഈ പ്രദേശങ്ങൾ ആക്രമിച്ചു. തുടർന്ന് ഫ്രാങ്കുകൾ ഈ പ്രദേശം ആക്രമിക്കുകയും ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം അവരെന്ത് ചെയ്യുകയുണ്ടായി? പുതിയൊരു സാമ്രാജ്യം ഇവിടെ ആരംഭിച്ചു. അതറിയപ്പെടുന്നതാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന്റെ പേര്. ഇപ്പൊ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഷാലിമാൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ഫ്രാങ്കിഷ് സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ആര്? ഷാലിമാൻ. അദ്ദേഹം കരോളിഞ്ചിയൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ആര്? ഷാലിമാൻ. ഇനി നമ്മൾ ഈ പറഞ്ഞ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ഫ്രാങ്കിഷ് സാമ്രാജ്യം, ഇപ്പൊ ഫ്രാങ്കിഷ് സാമ്രാജ്യം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? അപ്പൊ ശ്രദ്ധിച്ചോളുക. ഇപ്പോൾ ഫ്രാങ്കിഷ് സാമ്രാജ്യം സ്ഥാപിച്ചു പറഞ്ഞു, അതിൽ മികച്ച ഭരണാധികാരിയായിരുന്നു ആര്? ഷാലിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതേ സാമ്രാജ്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേരിൽ. എന്തുകൊണ്ടായിരിക്കാം? ഒരിക്കലും കാത്തോലിക്ക സഭയുടെ നേതാവായിരുന്ന തലവനായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ ലാംബർട്സ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഗോത്രവിഭാഗം ആക്രമിക്കുകയുണ്ടായി. ഒരിക്കലും പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാത്തോലിക്ക സഭയുടെ വലിയ തലവനായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ ലാംബർട്സ് അല്ലെങ്കിൽ ലാംബർഡുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഗോത്രവിഭാഗം ആക്രമിക്കുകയുണ്ടായി. അത്തരത്തിൽ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചത് ആരാണ്? ഈ പറഞ്ഞ ഷാലിമാനാണ്. അപ്പൊ അതിന് പകരമായി ഷാലിമാൻ നൽകിയ ബിരുദമായിരുന്നു വിശുദ്ധ റോമൻ ചക്രവർത്തി എന്ന പേര്. അപ്പൊ ഷാലിമാന് ഈ പറഞ്ഞ പോപ്പ് നൽകിയ ബിരുദമാണ് ഏത്? വിശുദ്ധ റോമൻ ചക്രവർത്തി. അതിനുശേഷമാണ് ഈ പറഞ്ഞ സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യം ഏത് പേരിലുള്ള വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഒന്നുകൂടെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ചു കാലം മാത്രമേ സാധിച്ചുള്ളൂ പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിന് നിലനിൽക്കാൻ സാധിച്ചുള്ളൂ. അത് എന്തുകൊണ്ടാണ്? ആദ്യകാലം മുതൽക്ക് ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ ഇവരെന്ത് ചെയ്യുന്നുണ്ടായി? ആക്രമിക്കുകയുണ്ടായി. അതിൽ പ്രമുഖരായിട്ട് ആദ്യം ആരായിരുന്നു? ജർമാനിക് ഗോത്ര വിഭാഗമായിരുന്നു. പിന്നീട് ആര് വന്നു? ഫ്രാങ്കുകൾ. ഫ്രാങ്കുകൾ ഈ പ്രദേശം ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് അവരെന്ത് ചെയ്തു? ഇവിടെ പുതിയൊരു സാമ്രാജ്യം ആരംഭിച്ചു. ഏതായിരുന്നു? ഫ്രാങ്കിഷ് സാമ്രാജ്യം ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഷാലിമാൻ. ഇനി ഇതേ സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേരിൽ. എന്തുകൊണ്ടാണ്? ഒരിക്കലും പോപ്പ് ലിയോ മൂന്നാമൻ ക്രിസ്തീയ സഭയുടെ ആത്മീയ നേതാവ് അല്ലെങ്കിൽ ഒരു വലിയ നേതാവായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ ലാംബർഡുകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഗോത്രവിഭാഗം ആക്രമിച്ചു. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത് ആരായിരുന്നു? ഷാലിമാനായിരുന്നു. അതിന് പകരമായിട്ട് ഷാലിമാൻ നൽകിയ ബിരുദമാണ് വിശുദ്ധ റോമൻ ചക്രവർത്തി എന്ന പേരിൽ. അതിനുശേഷമാണ് ഇതേ സാമ്രാജ്യം വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. നമുക്കവിടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഷാലിമാന്റെ ഭരണ പരിഷ്കാരങ്ങളാണ്. വളരെ കുറച്ചു കാലം മാത്രമേ അവിടെ ഭരിക്കുവാൻ സാധിച്ചുള്ളെങ്കിലും ഒരുപാട് പരിഷ്കാരങ്ങൾ റോമിൽ കൊണ്ടുവരുവാൻ ആർക്ക് സാധിച്ചു? ഷാലിമാന്
സാധിച്ചു. പ്രധാനമായിട്ടും ഒരേ സമയത്ത് ഒരു ആക്രമണകാരി ആയിരുന്നെങ്കിൽ അതുപോലെ മികച്ചൊരു ഭരണാധികാരി കൂടിയായിരുന്നു ആര്? ശാലിമർ. ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു. ഒരു 5 പോയിന്റ് ഉണ്ട്, 4 പോയിന്റുകൾ പഠിച്ചിരുന്നാൽ മതി. ഒന്നാമത് വിവാദ ബന്ധങ്ങളിലൂടെയും രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും അതിന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി അദ്ദേഹം എന്ത് ചെയ്യുന്നതായി വലുതാക്കി. ഒന്ന് വിവാദ ബന്ധങ്ങളിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെ ആയിക്കോട്ടെ എന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി അദ്ദേഹം ചെയ്യുന്നതായി വർദ്ധിപ്പിച്ചു. ഒന്ന്. രണ്ട്, ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ആസൂത്രണം ചെയ്യുന്നതായി ഇവിടെ നടപ്പിലാക്കി. അപ്പൊ കേന്ദ്രീകൃത ആസൂത്രണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മുകളിൽ ആരായിരിക്കും? ഭരിക്കുന്ന ഭരണാധികാരി ആരാണോ അദ്ദേഹമായിരിക്കും എല്ലാത്തിന്റെയും മുകളിലുള്ളത്. രണ്ടാമതായി കേന്ദ്രീകൃത ആസൂത്രണം ചെയ്യുന്നതായി ഇവിടെ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. മൂന്ന്, പ്രാദേശിക കാര്യങ്ങളുടെ അല്ലെങ്കിൽ പ്രാദേശിക ഭരണത്തിന്റെ ചുമതലയ്ക്ക് വേണ്ടി കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന കൂടെ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി. ഇപ്പൊ പ്രാദേശിക ഭരണം നടപ്പാക്കുന്നതിന് വേണ്ടി കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി. മൂന്ന്. നാലാമത്തെ പോയിന്റ്, ഈ കൗണ്ടുകളുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി മിസി ഡൊമിനിസി എന്നറിയപ്പെടുന്ന ഒരു ചാര സംഘടനയും ആരെ നിയമിച്ചു? ശാലിമാർ നിയമിച്ചു. നമ്മൾ 3-4 പോയിന്റ് പഠിച്ചു. ഒന്നെന്തായിരുന്നു? വിവാഹ ബന്ധങ്ങളിലൂടെയും രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും അദ്ദേഹം ചെയ്തു തന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഒന്ന്. രണ്ടാമതായി ആദ്യമായിട്ട് കേന്ദ്രീകൃത ആസൂത്രണം ചെയ്യുന്നതായി അവിടെ കൊണ്ടുവരികയുണ്ടായി. മൂന്ന്, പ്രാദേശിക ഭരണം നടപ്പാക്കുന്നതിന് വേണ്ടി കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി. നാലാമത് ആ കൗണ്ടുകളുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ടാണ് നടക്കുന്നത് എന്ന് പരിശോധിക്കാനായി മിസി ഡൊമിനിസ് എന്നറിയപ്പെടുന്ന ചാര സംഘടനയും ആര് നിയമിച്ചു? ശാലിമാർ നിയമിക്കുകയും ചെയ്തു. ഇനി ഒരുപാട് ഫണ്ടുകൾ അദ്ദേഹം അനുവദിച്ചു. സാധാരണക്കാരെ ഒരുപാട് ആൾക്കാരാണ് അന്നിവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണക്കാരെ ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഫണ്ടുകൾ ആരനുവദിച്ചു? ശാലിമാർ അനുവദിക്കുകയും ചെയ്തു. ലാസ്റ്റ് ഒരു പോയിന്റിലൂടെ ഒരുപാട് വിദ്യാലയ സ്ഥാപനങ്ങൾ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. കാരണം റോമിന്റെ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസം വളരെ അനുകൂലമാണ് മനസ്സിലാക്കിയതുകൊണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശാലിമാർ ആരംഭിക്കുകയും ചെയ്തു. നമ്മളൊരു 6 പോയിന്റാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന 4 പോയിന്റ് പഠിച്ചാലും മതിയാവും. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? റോമൻ സാമ്രാജ്യമാണ് നമ്മൾ പഠിച്ചത്. മധ്യകാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന സാമ്രാജ്യത്തിൽ ഒന്നായിരുന്നു റോമൻ സാമ്രാജ്യം. ഭരണ സൗകര്യത്തിന് വേണ്ടി അന്ന് ഭരിച്ച ഡയോക്ലേഷ്യൻ എന്നറിയപ്പെടുന്ന ചക്രവർത്തി റോമിനെ 2 തിരിച്ചു. ഒന്ന്, കോൺസ്റ്റാന്റിനോപ്പിൾ ആസ്ഥാനമായിട്ടുള്ള റോമൻ സാമ്രാജ്യവും റോം ആസ്ഥാനമായിട്ടുള്ള പാശ്ചാത്യ റോമൻ സാമ്രാജ്യം. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യം അറിയപ്പെട്ടത് ബൈസാന്റൈൻ എന്ന പേരിലായതുകൊണ്ട് ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ബൈസാന്റൈൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിലേക്കാണ്. പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ജസ്റ്റിൻ. അപ്പൊ അതിൽ ഏറ്റവും വലിയ സംഭാവന എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? കോർപ്പസ് ജൂറിസ് സിവിൽസ് ആണ്. അതായത് റോമിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം പുതിയൊരു നിയമസമിതി ഉണ്ടാക്കിയെടുത്തു. അതറിയപ്പെടുന്നതാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേര്. 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തയ്യാറാക്കിയത്. എന്തൊക്കെയായിരുന്നു? യുക്തി, നീതി, ഔചിത്യം. യുക്തി, നീതി, ഔചിത്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇത് തയ്യാറാക്കുകയും ചെയ്തു. പിൽക്കാലഘട്ടത്തിൽ പല സാമ്രാജ്യത്തിലെ ഭരണാധികാരികളും അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതായി ഇത് സ്വീകരിക്കുകയും ചെയ്തു. ലാസ്റ്റ് പറഞ്ഞതുപോലെ ഇതിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു: കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ കോഡ് എന്താണ്? റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിക്കുന്ന പുസ്തകമാണ് കോഡ്. രണ്ട്, ഡൈജസ്റ്റ് ആണ്. അതായത് ഈ പറഞ്ഞ നിയമങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ പണ്ഡിതന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ആൾക്കാരായിക്കോട്ടെ അവരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഏത്? ഡൈജസ്റ്റ്. 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് ചെറിയൊരു ബുക്കാണ്. നമുക്ക് നിയമങ്ങളെ കുറിച്ച് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ബുക്കാണ് ഏത്? ഇൻസ്റ്റിറ്റ്യൂട്ട്. പിൽക്കാലത്ത് ഈ പറഞ്ഞ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർച്ചയെ നേരിടുകയുണ്ടായി. കാരണം ജസ്റ്റിന് ശേഷം ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ അവിടെ ഉണ്ടായില്ല. അതേപോലെ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. നമ്മൾ നേരെ പോയി പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിലേക്ക്. പൗരസ്ത്യ റോമൻ സാമ്രാജ്യം താരതമ്യം ചെയ്യുമ്പോൾ ശക്തരായ ഭരണാധികാരികളാണ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ കുറച്ചു കാലം മാത്രമേ എന്തെങ്കിലും സാധിച്ചുള്ളൂ, അവർക്ക് നിലനിൽക്കുവാൻ സാധിച്ചു. ആദ്യകാലം മുതൽക്ക് ഒരുപാട് ഗോത്രങ്ങൾ എന്ത് ചെയ്യുന്നതായി? ഇവരെ ആക്രമിക്കുകയുണ്ടായി. ആദ്യകാലത്ത് ജർമ്മനിക് ഗോത്ര വിഭാഗമായി. പിൽക്കാലഘട്ടത്തിൽ ഫ്രാങ്കുകൾ എന്നറിയപ്പെടുന്ന ഗോത്ര എന്ത് ചെയ്യുന്നതായി? ഈ പ്രദേശം ആക്രമിക്കുകയും ഒരു പുതിയ സാമ്രാജ്യത്തെ ആരംഭിക്കുകയും ചെയ്തു. അറിയപ്പെടുന്നതാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന പേരിൽ. ഫ്രാങ്കിഷ് സാമ്രാജ്യം കണ്ടുവച്ച ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ശാലിമാർ എന്ന പേരിൽ ശാലിമാർ.
തുടർന്ന് ഇത് വന്ന പാശ്ചാത്യ റോമൻ സാമ്രാജ്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേരിൽ. എന്തുകൊണ്ടാണ്? ഒരിക്കലും ക്രിസ്തീയ സഭയുടെ ആത്മനേതാവായിരുന്ന പോപ്പ് ലിയോ മൂന്നാമനെ ലാംബഡികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ഗോത്ര വിഭാഗത്തിന്റെ കൈകളിൽ നിന്ന് ഈ ഷാലിമാൻ എന്തെയുണ്ടായി? സംരക്ഷിച്ചു. അതിനു പകരമായി അദ്ദേഹത്തിന് നൽകിയ ബിരുദമാണ് ഏത്? വിശുദ്ധ റോമൻ ചക്രവർത്തി എന്ന പേരിൽ. അതിനെ തുടർന്നാണ് ഇതേ സാമ്രാജ്യം വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. പിന്നെ കുറച്ചു കാലം മാത്രം ഭരിച്ചുള്ളെങ്കിൽ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ ഷാൽമാൻ എന്തെയുണ്ടായി? സാധിച്ചു. ഒന്ന്, വിവാഹ ബന്ധങ്ങളിലൂടെയും രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യത്തിന്റെ വിസ്തൃതി അദ്ദേഹം വർദ്ധിപ്പിച്ചു. രാജ്യത്ത് ആദ്യമായിട്ട് കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. പ്രാദേശിക ഭരണങ്ങൾക്ക് വേണ്ടി കൗണ്ടുകൾ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി. ആ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കാര്യക്ഷമമാണോ എന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി മെസ്സി ഡൊമിനിസ് എന്നറിയപ്പെടുന്ന ചാര സംഘടന എന്തെയുണ്ടായി? നിയമിച്ചു. ഒരുപാട് ഫണ്ടുകൾ, സാധാരണക്കാരെ ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഫണ്ടുകൾ അനുവദിച്ചു. ഒരുപാട് വിദ്യാലയ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ചുരുക്കത്തില് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നല്ലോ. ആ പരിഷ്കാരങ്ങൾ എല്ലാം കൂടി അറിയപ്പെടുന്നതാണ് കരോളിഞ്ചിയൻ നവോത്ഥാനം. എക്സാം അങ്ങനെയും ചോദിക്കാം, കരോളിഞ്ചിയൻ നവോത്ഥാനം ചോദിക്കാം. ഈ പറഞ്ഞ ഷാലിമാൻ ഈ പറഞ്ഞ സാമ്രാജ്യത്തിൽ കൊണ്ടുവന്ന ഈ പറഞ്ഞ മാറ്റങ്ങൾ, ഒരുപാട് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ അവ അറിയപ്പെടുന്നതാണ് ഇതിന്റെ പേരുള്ള കരോളിഞ്ചിയൻ നവോത്ഥാനം എന്ന പേരിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഫസ്റ്റ് ചാപ്റ്ററിൽ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച്.